ദുബായ് നഗരത്തിലെ ഏറ്റവും വലിയ ഗതാഗത പദ്ധതിയായ ഗോൾഡൻ ലൈൻ മെട്രോ പദ്ധതി പ്രഖ്യാപിച്ച് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഭൂമിക്കടിയിൽ 40 മീറ്റർ ആഴത്തിലാണ് മെട്രോ പാത നിർമ്മിക്കുക. 3400 കോടി ദിർഹത്തിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടം 2032 പൂർത്തിയാക്കും. ദുബായിൽ നിന്ന് സുരേഷ് വെളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് മെട്രോയിലെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പറഞ്ഞ വാക്കുകളാണ് ഇത്. 2009 ദുബായ് മെട്രോ ആരംഭിക്കുന്നത്. അതിനുശേഷം അത് റെഡ് ലൈൻ അന്ന് ആരംഭിച്ചു, പിന്നീട് ഗ്രീൻ ലൈൻ വന്നു. ബ്ലൂ ലൈനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഗോൾഡൻ ലൈൻ എന്നുള്ള പുതിയ പദ്ധതി കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 കേന്ദ്രങ്ങളിലൂടെ ഇത് കടന്നു പോകും. മാത്രമല്ല, ഭൂമിക്ക് അടിയിൽ ഏതാണ്ട് 40ഓളം മീറ്റർ ആഴത്തിലായിരിക്കും ഇതിൻ്റെ മെട്രോ പാത ഉണ്ടാകുക. മെട്രോ സ്റ്റേഷനുകളെല്ലാം തന്നെ ഭൂമിക്ക് അടിയിലായിരിക്കും. 42 കിലോമീറ്റർ ദൈർഘ്യവും ഭൂമിക്ക് അടിയിലൂടെ ആയിരിക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ 42 കിലോമീറ്റർ കൂടി പുതിയ പാത നിർമ്മിക്കുന്നതോടെ ദുബായ് മെട്രോയുടെ ആകെ ദൈർഘ്യം 162 കിലോമീറ്ററായി വർദ്ധിക്കുകയും ചെയ്യും. അൽഗുബൈബയിൽ നിന്നും ആരംഭിക്കും. അവിടെ നിന്നാണ് ഈ മെട്രോ സ്റ്റേഷൻ ആരംഭിക്കാൻ പോകുന്നത്, സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. അവിടെ നിന്നും നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് വേയിലുണ്ടാകും, JVC-യിലുണ്ടാകും. അതോടൊപ്പം തന്നെ സിറ്റി വാക്കിൽ അടക്കം എത്തുന്ന വിധത്തിലാണ് ഈ പാത പല ഭാഗങ്ങളിലേക്കായിട്ട് പോകുന്ന വിധത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഏതാണ്ട് 3400 കോടി ദിർഹമാണ് ഇതിൻ്റെ ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം 2032 ആകുമ്പോഴേക്ക് പൂർത്തിയാക്കുകയും പൂർണ്ണമായിട്ടുള്ള പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് 2040 കൂടിയാണ്. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഇത്രയ്ക്ക് വലിയൊരു പദ്ധതി ദുബായ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ദുബായിയുടെ ഈ മേഖലയിലുള്ള സാമ്പത്തിക മേഖലയിലുള്ള ദുബായിയുടെ ഒരു ആത്മബലം തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷ എല്ലാവർക്കും നൽകുന്നു. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഓരോ മേഖലയിലേക്കും യാത്ര ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പ്രവാസികൾക്കും വലിയ ഗുണം ചെയ്യുന്നതായിരിക്കും ഈ ഗോൾഡൻ ലൈൻ പദ്ധതി. ദുബായിൽ നിന്ന് മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.